എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ റിയാദിലെ മോട്ടോർ ഷോ കാണാൻ വേണ്ടി വന്നേക്കുക അല്ലേ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാറുകളുടെ ഷോ കാണാൻ വേണ്ടി വന്നേക്കുക. കാർ ഭ്രാന്തന്മാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അതെ, കിങ്ഡം അരീന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അതെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ കാറുകൾ കാണാം. വന്നപ്പോൾ തന്നെ നമുക്ക് ഫെറാരിയുടെ ഒരു കാറ് കാണാൻ പറ്റി, അതിൻ്റെ ഒരു SUV കാണാൻ പറ്റി അല്ലേ. എന്തായാലും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുന്നു നമുക്കല്ലേ. എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആ ഒരു കാറുകളുടെ കാഴ്ചയൊക്കെ കാണാം. കാണാൻ പറ്റുന്ന ഫെരാരിയുടെ ഒരു കാറാണ്. ഇവിടെ നമുക്കൊരു ഫെരാരി തന്നെയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ആസ്റ്റൺ മാർട്ടിൻ്റെ ഒരു കാറാണ്. ഓക്കെ, ആ ലൈറ്റിലാണ് നോക്കിക്കോ, ഭയങ്കര അല്ലേ, അതിന് അടിപൊളിയായിട്ടുണ്ട്. ഫേവറേറ്റ് വണ്ടി അല്ലേ ആസ്റ്റൺ മാർട്ടിൻ. ഫെരാരിയുടെ ഒരു SUV മോഡലാണ്. കാണാൻ നല്ല രസമുണ്ട്, നല്ല പച്ച കളറിലൊരു വണ്ടിയിൽ. ആ, ഇവിടെ നമുക്കൊരു കാറ് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താണ് ഈ കാറ് തുറന്നിട്ടേക്ക്? ബെൻസിന്റെ ഒരു കാറാണ്. ആ കാറ് നോക്കിയാൽ തുറന്നൊക്കെ വെച്ചേക്കാണ്. ഈ കാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാറിന് ബട്ടർഫ്ലൈ ഡോർ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. 2018 മോഡലിലെ ഒരു ബെൻസ് കാറാണ് ഈ കിടക്കുന്നത്. AMG സീരീസിലെ ഒരു കാറാണ് ഈ കിടക്കുന്നത്. അതിന്റെ ഡോറ് നോക്കിക്കുക, ആ ഡോറ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെ, ഒരു ബട്ടർഫ്ലൈ മോഡലിലാണ് അതിന്റെ ഡോറ്. അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സീറ്റൊക്കെ നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റാണ്. റെഡ് കളറിലെ സീറ്റ് കവറൊക്കെ ഇട്ടേക്കുന്നത് അല്ലേ. പക്ഷെ ഈ സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ, ഈ ബട്ടർഫ്ലൈ ഡോറ്. ആദ്യമായിട്ടാണ് നമ്മളും കാണുന്നത്. ബെൻസിന്റെ ഒരു അടിപൊളി ഒരു വണ്ടി കേട്ടോ, 6.3 ലിറ്റർ വണ്ടിയാ. ഓക്കെ, ഇത് ഫെറാരിയുടെ ഒരു കാറാട്ടോ. ഓ, അടിപൊളിയായിട്ടുണ്ട്. ഗ്രീൻ കളറിലെ ഒരു ഫെരാരിയുടെ കാറാണ് കിടക്കുന്നത്. ഇഷ്ടം പോലെ കാറുകൾക്ക് കാണാൻ പറ്റി. നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഫെരാരിയുടെ കാറുകളാണ്. നല്ല രസമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ ലവേഴ്സിന് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ബെൻസിന്റെ ഒരു കാറാണ്, ഓറഞ്ച് കളറിലെ ഒരു കാർ. നോക്കി ഈ കാർ നോക്കി, ഓറഞ്ച് കളറിലെ ഒരു കാറ്, ബെൻസിന്റെ കാറാണ്. ഒരു സംഭവം കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കാർബൺ ഫൈബർ താഴെ അടിപൊളിയായിട്ടുണ്ട്, മേളിലും അടിപൊളിയായിട്ടുണ്ട്. V8 ബൈ ടർബോ. ഇത് ബെൻസ് അല്ലേ, AMG. ഇതിന്റെ റൂഫൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഒരു കാർബൺ ഫൈബർ വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ലംബോർഗിനി ഊർസ് ഇവന്മാർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം. നിന്റെ ഫേവറേറ്റ് വണ്ടി അല്ലേ? അപ്പൊ കുഞ്ഞിന്റെ ഫേവറേറ്റ് ആയിട്ട് ഉള്ള കാറാണ് ലംബോർഗിനി ഊർസ്. അപ്പം പറഞ്ഞോളൂ ഇതിനെപ്പറ്റി എന്തൊക്കെ അറിയാം. അതിന്റെ ലൈറ്റ്സ് അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഇത് ലംബോർഗിനി ഊർസ് SC ആണ്, പുതിയ മോഡലാണ്. പിന്നെ SUV ആണ്, SUV കാറാണ്, വണ്ടിയാണിത്. ലംബോർഗിനിയുടെ ബ്ലാക്ക് കളറിലെ ഒരു കാറാണ്. അതെ, പുള്ളിയുടെ ഒരു ഗ്രീൻ കളറിലെ കാറായിരുന്നു. ഇത് ബ്ലാക്ക് കളറ്. ഫേമസ് കളർ ഓറഞ്ച്, ബ്ലാക്ക് ആണ്. ഓറഞ്ച് കളറാണ് ഈ വണ്ടിയിൽ ഫേമസ് ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്കിപ്പോ കാണാൻ പറ്റുന്ന ബ്ലാക്ക് കളറാണ്. അതെ, അവര് യൂസ് ചെയ്യുന്നതാണ് വെയിറ്റും കുറവ്. സ്പോർട്സ് കാറുകളെ അതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത കാണാൻ പറ്റുന്ന ലംബോർഗിനിയുടെ ഒരു സ്പോർട്സ് കാറായിട്ടുള്ള ഓറഞ്ച് കളറാണ് കാണാൻ പറ്റുന്നത്. പറയുന്നത് അതിന്റെ ലൈറ്റ് ഒക്കെ നോക്കിക്കേ, നല്ല രസമുണ്ട് അതിന്റെ രണ്ട് ലൈറ്റ്സ് കാണാനായിട്ട് അല്ലേ.
എൻ്റെ ഫ്രണ്ടിലത്തെ 2 ലൈറ്റൊക്കെ നോക്കിക്കേ, സൈഡിലെ വീലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കാണാൻ ഭയങ്കര ലുക്കുള്ള ഒരു വണ്ടി കേട്ടോ ഇത്. നല്ല രസമുണ്ട്. ഭയങ്കര താന്നായിരിക്കുന്ന പോലെ തോന്നുന്നു അല്ലേ. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മെക്ലാരനും അതുപോലെ ബെൻസും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടാക്കിയ ഒരു വണ്ടിയാണെന്നാണ് പറയുന്നത് അല്ലേ. ആ അതെ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് ബെൻസ്. ഓ അത് ശരി. ഇതിന്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്ന രീതിയുണ്ട്, ഇത് ഭയങ്കര വ്യത്യാസം. മേളിലോട്ട് അല്ലേ. ആ അത് ശരി. അത് മറ്റേത് ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നുണ്ട്. ആ കിടക്കുന്നത് ബട്ടർഫ്ലൈ പോലെയാണ്. ഇതിന്റെ നല്ല രസമുണ്ടല്ലേ. രണ്ടും 2 രീതിയാണ്. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ SLR ഇപ്പം മൊത്തം കാണാൻ പറ്റിയ സ്പോർട്സ് കാറുകളാണ്. അതിനകത്ത് ലംബോർഗിനി അതേപോലെ തന്നെ ഫെരാരി ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. നാട്ടില് നല്ല വണ്ടിയാണ്. സ്കോഡയുടെ ഒരു വണ്ടി കേട്ടോ ഈ കിടക്കുന്നുണ്ട്. ആ ഇതിനകത്തൊക്കെ നല്ല രസം. സ്കോഡയുടെ വണ്ടികളാണ് നമുക്ക് മൊത്തം ഇവിടെ കാണാൻ പറ്റിയത്. ഈ വണ്ടിക്ക് 2 ലക്ഷം റിയാലാണ്. ഒമോഡ C7 1983 ഒരു ലാൻഡ് ക്രൂസറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ. FJ60 അതിൻ്റെ ആ ഒരു പഴയ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത് കാണുന്നത് കണ്ടോ. ബ്ലൂ കളറിലെ ഒരു വണ്ടിയാണ് കണ്ടോ, ലാൻഡ് ക്രൂസർ. ഓ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ രസമുണ്ടല്ലേ കാണാനായിട്ട്. അതിന്റെ എഞ്ചിനൊക്കെ കാണിച്ചേക്കുന്നുണ്ടോ. ഈ വണ്ടിക്ക് അടിപൊളി സൂപ്പറാട്ടോ. ഭയങ്കര പൊക്കോട്ടോ. നമുക്ക് കണ്ട അവിടെ ഇതെല്ലാം കാണാൻ ഭയങ്കര പൊക്കത്തിരിക്കുന്ന പോലെ നമ്മളൊരു ആനപ്പുറത്ത് ഇരിക്കുന്ന ഒരു ഫീലിങ്സ്. നമുക്ക് കൈയൊക്കെ രാജകീയം വേണ്ടി വെച്ച് എനിക്കൊരു കാര്യം ഫീൽ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇവിടത്തെ ഒരു രീതി കുറവാണ്. ഇച്ചിരി നീളക്കൂടുള്ളവർക്ക് വേണ്ടി ഇച്ചിരി പ്രശ്നമുണ്ട്. ഇതൊക്കെ അടിപൊളിയാട്ടോ. ഈ സ്ക്രീനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവരൊക്കെ അടിപൊളിയാണ്. നമുക്കുണ്ടല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് റോഡ് പ്രസൻസ് ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് റോഡ് കാണാം. ഭയങ്കര അടിപൊളി തന്നെ. ആനപ്പുറത്ത് കയറിയ പോലെ ഇരിക്കാനൊക്കെ അല്ലേ. വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. എന്റെ പൊന്നോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ കയറുന്നത്. ഭയങ്കര പൊക്കത്തിരിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാൻഡ് ക്രൂസർ അടിപൊളിയായിട്ടുണ്ട്. 2 സൈഡിൽ നമുക്ക് തുറക്കാൻ പറ്റില്ലേ. ഓക്കെ. ബാക്കിലെ സീറ്റൊക്കെ ഇങ്ങനെയുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. റൂഫൊക്കെ ഉണ്ടല്ലേ. 4x4 വയർലെസ് ചാർജർ ഉണ്ട്. അടിപൊളി ഫുള്ള് സ്വിച്ചുകളാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. പിന്നെ ഫുള്ള് സ്റ്റിയറിംഗിനകത്ത് ഫുൾ കൺട്രോൾ ഉണ്ട്. എല്ലാ സാധനവും അൺലോക്ക് ലോക്ക് ബട്ടൺ. ഗ്ലാസ് അടക്കുന്ന അടയ്ക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതുണ്ടോ ഈ ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ബാക്കിലും സീറ്റ് ഉണ്ട്. 7 സീറ്റർ ആണ്. 7 സീറ്റർ അല്ലേ.
സുപ്രന്റെ പുതിയ മോഡൽ GR സുപ്രയാണ്. ടൊയോട്ട GR സുപ്ര എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് തന്നെ മാർക്ക് 5 ആണ്. റേസിംഗ് കാറല്ലേ? റേസിംഗ് കാർ. സുപ്ര എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ. അതിന്റെ റേസിംഗ് കാറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് GR 86 നമ്പർ മാത്രമാണ്. പുതിയ ഇറക്കാൻ പോകും. ആ ഓ അതൊക്കെ സ്ക്രീനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. JBLന്റെ സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് രണ്ടെണ്ണം, പിന്നെ ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്യുന്നതാണേ നമുക്ക് കാണാൻ പറ്റുന്നത്. ചാർജ് ചെയ്യുന്ന കാണിച്ചേക്കാണ്. كلنا راح نكون فريق، كلنا راح نلعب مع بعض، كلنا متسابقين في هذا التحدي ونجاح. മിറായി തന്നെ വണ്ടിയുടെ കാണിച്ചേക്കോട്ടെ. അങ്ങനെ എഞ്ചിനും കാര്യങ്ങളും അതിന്റെ ഫീച്ചർ ബോഡി, ഫ്യൂവൽ ടാങ്ക്, ബാറ്ററി ഇങ്ങനെ കാണിക്കുന്ന ഇലക്ട്രിക് വണ്ടി ഈ കണക്ഷൻ കണ്ടത് ഇതുപോലെ. നമ്മുടെ വണ്ടിക്ക് ഈ വണ്ടി കാണത്തില്ല. ഹൈഡ്രജൻ ടാങ്ക്, ബാറ്ററി 3 ടാങ്കിൽ പോകുന്നുണ്ട്. 1, 2, 3 ടാങ്ക്. സൗദിയല്ലേ ഇതല്ല ബോഡിയുടെ കട്ടി നോക്കി. ഇത്രയും ഗ്രൗണ്ടാ. അത് ഇതൊരു ഗ്രൗണ്ടാണല്ലേ? ഈ ഗ്രൗണ്ടിനകത്താണ് ഈ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. ഇത് ഒരു വിന്റേജ് കാറാണ്. അതായത് 1972 ഒരു വണ്ടിയാണ്. നമ്മൾ ഖത്തറിൽ പോയ സമയത്ത് സ്പോർട്സ് മ്യൂസിയത്തിൽ നമ്മൾ പോർഷയുടെ 911 വണ്ടി കണ്ടിരുന്നു. ഇത് പോർഷെ 911 ടർബോ ആണ്. ചെറിയ വണ്ടി കേട്ടോ അത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടികൾ വന്നായിരുന്നു ഇത്. പഴയ വണ്ടിയാണ് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അത് ഫെരാരിയുടെ ഒരു കാറാണ് അവിടെ കിടക്കുന്നത്. ഇതെല്ലാം വിന്റേജ് കാറുകൾ ഇവിടെ മൊത്തമുള്ള. ഇത് ബുയിക്കാണ്. റോൾസ് റോയ്സ് ഫാൻറ്റം 6 1978 ഉണ്ടാക്കിയത്. ഇത് വോൾസ് വാഗന്റെ ഫേമസ് ആണ്. വോൾസ് വാഗന്റെ ബീറ്റിൽ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. 1976 മോഡലാണിത്. വൈറ്റ് കളറിലാണ് സംഭവമാക്കിയുണ്ട്. റോൾസ് റോയ്സിന്റെ കാറാണ് ഈ കിടക്കുന്നത്. ഫാൻറ്റം 6. ഓ അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അല്ലെങ്കിൽ റോൾസ് റോയ്സ് കിടക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. ഇത് ഏതാ വണ്ടി ഈ കിടക്കുന്നത്? ബാക്കിൽ നടക്കത്തില്ല, തിരിഞ്ഞു ഇത് തിരിഞ്ഞാണല്ലേ ഡോറ് തുറക്കുന്നത്? ഓ അത് ശരി. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ. പണ്ടത്തെ കാറാണ്. 1951 മോഡലിലെ ഒരു കാറാണിത്. റോൾസ് റോയ്സിൻ്റെ. അടിപൊളിയായിട്ടുണ്ട് കാണാനല്ലേ. ഇതുണ്ട് ചേട്ടാ അതിൻ്റെ ഡോറൊക്കെ. സീറ്റൊക്കെ നോക്കിക്കേ. 1951 വണ്ടിയാണ്. ജാഗറിന്റെ വണ്ടി. ഇതുണ്ട് കേട്ടോ ജാഗറിന്റെ വണ്ടി. ഇത് ജാഗർ ഇ ടൈപ്പ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇത് ഈ കിടക്കുന്നത്. പച്ച കളറിലെ ഒരു വണ്ടിയാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കംപ്ലീറ്റ് തുറന്നു വെച്ചേക്കും അല്ലേ? 1971 ഫോർഡ് മസ്താങ് ബോസ് 351 ആണ് ഇതിന്റെ പേര്. ഇത് കാഡിലാക്കിൻ്റെ 1985 ഒരു മോഡൽ വണ്ടിയാണ് കിടക്കുന്നത്. കാഡിലാക്കിൻ്റെ വണ്ടി കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ആ ഒരു സംഭവം.
നല്ലതായിട്ട്. ലൈറ്റും ആ അതിന്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അത് കാഡിലാക്ക് ആണെന്ന് മനസ്സിലാവും. അത് ഓടിട്ടില്ലേ വണ്ടി? അതെ, ഇതാണ് കാഡിലാക്ക്. ഏത് വണ്ടിയാ ഇത്? ഷെവർലെറ്റിന്റെ 1961 ഒരു മോഡലാണ്. ഷെവർലെറ്റിന്റെ ഒരു മോഡൽ അല്ലേ? എനിക്ക് വിന്റേജ് കാറുകൾ ഭയങ്കര ഇഷ്ടമല്ലേ? ആ ഇതെന്താ ഇതിന്റെ പേര്? കോവേറ്റ്. എനിക്കറിയാമോ ഷെവർലെറ്റ് കോവേറ്റ്? അറിയാം. 1961 ഷെവർലെറ്റിന്റെ കോർവേറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഈ കിടക്കുന്നത്. ബ്ലൂ കളറിലെ ഒരു അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. മേലിലെ ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെക്കാൻ പറ്റും അല്ലേ? മാറ്റി വെക്കാൻ പറ്റും. പുതിയ മോഡൽ ഭയങ്കര ഫേമസ് ആണ് ഷെവർലെറ്റിന്റെ അല്ലേ? ഇതാരും കണ്ടിട്ടില്ലേ? പഴയ വണ്ടി. പഴയ വണ്ടി ആരും കണ്ടിട്ടില്ല. ശരി, പുതിയ മോഡലാണ് എല്ലാവർക്കും അറിയാം. നിനക്കറിയായിരുന്നോ? ഷെവർലെറ്റിന്റെ അപ്പുറത്ത് കിടക്കുന്ന റെഡോ കളറിലെ വണ്ടി എന്ന് പറഞ്ഞാൽ ഡോജിന്റെ പവർ വാഗൺ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 1968 മോഡലിന്റെ ഒരു വണ്ടിയാണ് തന്റെ ഈ കിടക്കുന്നത്, ഈ റെഡ് കളറിലെ. ഓ ഭയങ്കര ലുക്കാണല്ലോ. ഓ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അന്ന് എത്രയും ലുക്കായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇത്? ഇത് ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയല്ലേ മെയിനായിട്ട്? മെഴ്സിഡീസ് ബെൻസിന്റെ പഗോഡ 1971 മോഡലാണ് കേട്ടോ. ഇതിന്റെ പേര് പഗോഡ. ഒരു ബേജ് കളറിലെ ഒരു കാറാണ് കിടക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഒരു ഗ്രീൻ കളറിലെ ഒരു ബെൻസിന്റെ മോഡൽ കിടപ്പുണ്ട്. ഇത് ജാഗറിന്റെ ബാക്ക് സൈഡാണ് ഇതൊക്കെ. അതിന്റെ ഫ്രണ്ടിൽ നമുക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ ഇതിൽ എന്താ വണ്ടി? ഇത് എങ്ങനെയാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നേ? ഭയങ്കര പാടാന്ന് തോന്നുന്നില്ല. ഈ ടൈപ്പ് അല്ലേ ജാഗർ? ഈ ടൈപ്പ് ജാഗർ ഈ ടൈപ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കിടക്കുന്നത്. ഗ്രീൻ കളറിലെ ഒരു വണ്ടിയാണ് ഇത്. ആ കിടക്കുന്നതോ റോൾസ് റോയ്സ്. അത് റോൾസ് റോയ്സ് ആണ്. ഇത് ബെൻസ്. പണ്ടത്തെ വണ്ടികൾക്കെല്ലാം നമ്പർ പ്ലേറ്റിംഗ് ആണ്. ഇത് ഫാൻറ്റം. ഇതിനകത്ത് ഒരു സ്റ്റേഡിയത്തിനകത്താണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇതൊരു സ്റ്റേഡിയമാണ്. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ള വണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താം അല്ലേ? ടെസ്റ്റ് ഡ്രൈവ് ട്രാക്കാണ്. ആക്ടിവിറ്റീസ് ഏരിയ. മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡോഡ് ചലഞ്ചറിന്റെ ഒരു വണ്ടിയാണ്. ബഹറിലെ ഡ്രിഫ്റ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു വണ്ടിയാണത്. നിസാന്റെ ഒരു വണ്ടിയാണ്. ഈ കിടക്കുന്ന ഡോജ് വൈപ്പർ എന്ന് പറഞ്ഞൊരു കാറാണ്. അപ്പൊ ഈ കിടക്കുന്ന ഷെവർലെറ്റിന്റെ കോർവെറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. BMW ബ്ലൂ എഡിഷൻ. ഓ ഇതാണ് സുപ്ര. കൊച്ചിന്റെ ഫേവറേറ്റ് സുപ്ര ഇവിടെ ഉണ്ടല്ലോ. വണ്ടിക്ക് സ്പെഷ്യലായിട്ട് കാർപ്പറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1958. അതിന്റെ വണ്ടിയുടെ മുകളിൽ തന്നെ അതിന്റെ പടം തന്നെ കൊടുത്തേക്കാണ്. ഫോർഡ് തണ്ടർബേർഡ് 1958 ആണ് ഈ കിടക്കുന്നത്. ആ ഒരു പർപ്പിൾ കളറിലെ വണ്ടിയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കിടക്കുന്നത് കാണാനായിട്ട്. ആ ഒരു കിടക്കുന്ന സ്ഥലമൊക്കെ നോക്കി പ്രത്യേകമായിട്ട് അല്ലേ? അതിനകത്തൊരു വണ്ടി വെച്ചേക്കുന്നു, ചെറിയൊരു വണ്ടി.
ഫോർഡ് തണ്ടർബേർഡ് 660 ഒക്കെ അടിപൊളി. ഫുൾ ഫ്ലവർ ഒക്കെ വെച്ചേക്കാം. ഇതെല്ലാം സൂപ്പറയാ. ആ SRT ഡോട്ട് ചാർജർ ആണ് കാണുന്നത്, ബ്ലാക്ക് കളറില്. 1946 വണ്ടിയാണ് ഇത്. ഡീലക്സ് വുഡി ഫോർഡിന്റെ വണ്ടിയാണ്. ഫോർഡ് സൂപ്പർ ഡീലക്സ് വുഡി വാഗൺ 1946. ഓ ഇങ്ങനെയൊക്കെ പോ. ആ നമ്പർ 1946. എല്ലാ കുക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം അതിന്റെ ബാക്കിലുണ്ട്. 1946 അതിന് വേറെ സെപ്പറേറ്റഡ് ആ വണ്ടിയിൽ ഘടിപ്പിച്ചേക്കാണ്. 1946 തന്നെ ആ വണ്ടിയുടെ നമ്പർ 1946 ആണ്. ഭയങ്കര വലിപ്പമുള്ള വണ്ടി, ഭയങ്കര ഒരു വണ്ടി കേട്ടോ അത്. ഭയങ്കര അടിപൊളി, ടയറൊക്കെ ഇരിക്കുന്നുണ്ട്. ഫോർഡിന്റെ ഒരു വണ്ടിയാണ്. ഫോർഡ് റാപ്റ്റർ കല്ലിന്റെ പുറത്തൊക്കെയാണല്ലോ വെച്ചേക്കുന്നത്. ഓഫ് റോഡിന്റെ രാജാവാ. അവാർഡുകളൊക്കെ കിട്ടിയ ജാഗറിന്റെ ഒരു വിന്റേജ് കാറാണത്. സീറ്റൊക്കെ നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ടല്ലേ.
നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. അതായത് ഇങ്ങനെ ഫുഡ് ട്രക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചിട്ട് ഇന്ന് കഴിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൊത്തം അല്ലേ ലക്ഷറി കാറുകൾ, സ്പോർട്സ് കാറുകൾ, നമ്മൾ ഇതുവരെ കുറെ കാണാത്ത കുറെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ ഇന്നാള് വന്ന കാർ ഷോ ഇല്ലായിരുന്നു, ആ അടിപൊളിയായിരുന്നു. പക്ഷെ അത്ര ഇതില്ല. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു ലക്ഷറി കാറുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് റിയാദ് നടത്തിയ ഒരു ഷോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ, ഇതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. എന്തായാലും ഒരു അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പോരാ, എന്നാലും നമുക്ക് നല്ല രസമായിട്ടുണ്ട്. ഉള്ളത് നല്ലതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുവരെ കാണാത്ത കുറെ കാറുകളും ഒക്കെ കാണാൻ പറ്റി. കുറെ വിന്റേജ് കാറുകൾ നമുക്ക് കാണാൻ പറ്റി. അതിൽ കുറെ വ്യത്യസ്തമായിട്ട് തോന്നിയ ജാഗർ അല്ലെ, റോൾസ് റോയ്സിന്റെ കാറുകൾ, അത് വണ്ടി, കുറച്ച് വെറൈറ്റി വണ്ടി. ഒരു വണ്ടി കാണാൻ പറ്റി, ഒരു ട്രക്ക് പോലെ. എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ നമുക്ക് ലാൻഡ് ക്രൂസറിനകത്ത് കയറി ആ വണ്ടിയിൽ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഭയങ്കര പൊക്കത്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. പുതിയൊരു വണ്ടി ഹൈഡ്രജൻ സിലിണ്ടറാണ്. ഹൈഡ്രജനിലെ എന്തോ ഒരു പുതിയൊരു മോഡൽ. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് നല്ല കുഴപ്പമില്ല. ഒത്തിരി കമ്പനികളുണ്ട്, ഒത്തിരി കമ്പനികളുണ്ട്. നമ്മുടെ സ്കോഡ ഉണ്ടായിരുന്നു, GMC ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാർ മോഡലുകൾ നമുക്ക് കാണാൻ പറ്റും. ഓർഡർ ചെയ്യാൻ പൈസ മേടിച്ചോണ്ട് പോവാം. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.